കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളിൽ അതിപ്രധാന ചുമതലകൾ വഹിക്കുന്നവരാണ് കുടിവതി സ്ഥാനികർ. മണത്തണയിലെ 4 തറവാട്ടുകാർ വൈശാഖ മഹോത്സവത്തിൽ നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം നടക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളത്ത്, ഇളനീർ വെപ്പ് നാളിൽ തട്ടും പോളയും വെക്കൽ, വണ്ണാരം വെക്കൽ, അത്തം നാളിലെ തേങ്ങയേറ്, കലശാട്ട് നാളിലെ തണ്ടിന്മേൽ ഊണ്, തൃച്ചന്ദനപ്പൊടി സമർപ്പണം, വണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് തുടങ്ങി എത്രയെത്ര ചടങ്ങുകൾ. കുടിവതി സ്ഥാനികരുടെ സ്ഥാനം കൊട്ടിയൂരിൽ മഹനീയമാണ്. കുടിവതികൾ എന്ന് പറഞ്ഞാൽ 4 തറവാട്ടുകളാണ് കുടിവതികൾക്കുള്ളത്. കുടിവതികളുടെ കർമ്മങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കാം. അതിൽ 4 തറവാട്ടിലെ ചെറിയത്തെ തറവാട് എന്ന് പറയുന്ന ഒരു തറവാട്ടിലെ കാരണവരാണ് പ്രഭാകരൻ നായർ. പഴയട്ടയിലെ തറവാട്ടിലെ കാരണവരാണ് സുബ്രഹ്മണ്യൻ. അദ്ദേഹം കുഞ്ഞോഴത്ത് തറവാട്ടിലത്തെ ആളാണ് മുകുന്ദൻ മാഷ്. അപ്പുറം നാരായണൻ പുത്തമ്പുടി തറവാട് അംഗമാണ്. കൂടാതെ ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, അതിൻ്റെ കുടിവതി സംഘം എന്നൊരു സംഘടനയുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് നാരായണൻ. ഇപ്പോൾ കുടിവതികൾ എന്ന് പറഞ്ഞാൽ 4 തറവാട്ടിലെയും 16 വയസ്സ് കഴിഞ്ഞവരാണ് കുടിവതി സ്ഥാനികരായിട്ട് വരുന്ന പുരുഷന്മാർ. ഈ മഹാക്ഷേത്രത്തിലെ പൂജക്കാവശ്യമുള്ള പൂജാവസ്തുക്കൾ എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് ഭണ്ഡാരം. വെള്ളിക്കുടം, സ്വർണ്ണക്കുടം, ഭഗവാന് ചാർത്താനുള്ള വസ്തുക്കൾ, ഗോളക, ഇത്തരം സാധനങ്ങളെല്ലാം മണത്തണയിൽ നിന്ന് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ ഈ സന്നിധിയിൽ എത്തിക്കുകയും അത് ഉത്സവാനന്തരം ഇവിടെ നിന്ന് മണത്തണ എത്തിക്കുകയും ചെയ്യുന്ന, അതാണ് ഞങ്ങളുടെ ഒരു കടമ. അതുകൂടാതെ ഈ ഇളനീർ വെപ്പ് ദിവസം ഇളനീർ വെക്കണമെങ്കിൽ ആ തട്ടും പോളയും വിരിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിൻ്റെ വെള്ളിക്കിടാരം വെക്കാനുള്ള അവകാശവും അതും ചെയ്യേണ്ടത് കുടിവതികളാണ്. അന്നേ ദിവസം തന്നെ ഉച്ചക്ക് പുറവണ്ണാരം വെക്കുക. അതായത് ഈ പുറവണ്ണാരം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇളനീർ ഭക്തർ കൊട്ടിയൂരിലേക്ക് ഈ തൊഴാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ എന്നാണ് ചിട്ട. അതനുസരിച്ച് വെള്ളിക്കുടം, പുറത്ത് വെക്കുന്ന വെള്ളിക്കുടത്തിനെയാണ് പുറവണ്ണാരം എന്ന് പറയുക. അത് വെക്കുക. രാത്രിയിൽ ഇളനീർ വെപ്പ് സമയത്ത് ഈ വെള്ളിക്കിടാരം വെച്ച് ഇളനീർ വെക്കാനുള്ള സമയമായി എന്ന് ഘോഷിക്കുക. കൂടാതെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കടമയാണ് തേങ്ങയേറ് എന്നൊരു വലിയ ചടങ്ങ് ഇവിടെ നടക്കും. ശീവേലിക്ക് ശേഷം ശീവേലി മധ്യത്തിൽ വാളാട്ടം കഴിഞ്ഞ് ശീവേലി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അമ്മാർക്കലിനും അരയാത്തറക്കും ഇടക്കുള്ള ആ പൂവറക്കും അതിൻ്റെ കൂടെ ഇടക്കായിട്ട് ഒരു വലിയ കല്ല് സ്ഥാപിക്കുകയും ആ കല്ലിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് തേങ്ങയേറ്. ഉത്സവകാലത്ത് കൊട്ടിയൂരിലെവിടെയും ഈ സന്നിധാനത്ത് എവിടെയും തേങ്ങ ഉടക്കുകയോ തേങ്ങ എറിഞ്ഞു കൊടുക്കുകയോ തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങ ജലം അല്ലെങ്കിൽ മറ്റ് അഭിഷേകങ്ങളോ നടത്തുള്ളൂ. ഇളനീര് മാത്രമേ ചെയ്യാറുള്ളൂ. ഇളനീരാട്ടം എന്നൊരു ചടങ്ങ് മാത്രമാണുള്ളത്. തേങ്ങ മുട്ടുന്ന ഒരു പരിപാടിയില്ല. ഗണപതിക്ക് തേങ്ങ മുട്ടുക എന്നെല്ലാം പറഞ്ഞാൽ പല ചടങ്ങുകളും പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇവിടെ അത്തരം ചടങ്ങുകളൊന്നുമില്ല. ഇവിടെ ചെയ്യുന്നത് തേങ്ങ ഉടക്കുന്ന ഒരേ ഒരു ചടങ്ങ് തേങ്ങയേറാണ്. ആ തേങ്ങയേറ് നടത്താനും മുഴുവൻ അവകാശം സിദ്ധിച്ചിരിക്കുന്നത് കുടിവതികൾക്കാണ്.
ഇന്ന് തേങ്ങ എറിഞ്ഞ് ഞങ്ങളിവിടെ ഇന്ന് ക്ഷേത്രോപവാസമാണ് കുടിവതികൾക്ക് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ മറ്റ് ആഹാരങ്ങളൊന്നും കഴിക്കാതെ ഇവിടെ വരും. ഇവിടെ വന്ന് തേങ്ങയേറി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ് പതിവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ താമസിക്കണം എന്നാണ് നിശ്ചയം. പക്ഷേ ഇപ്പോൾ വാഹനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീടുകളിലേക്ക് പോകും. നാളെ കാലത്ത് വീണ്ടും വരും. നാളെ കാലത്താണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് ഇവിടെ നടക്കുന്നത്. ഈ തടപ്പള്ളിയിൽ വെച്ചിട്ടുള്ള ഊണാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ തടപ്പള്ളിയിൽ പൂജാരി അല്ലെ ബ്രാഹ്മണരെ ഒഴിച്ച് അബ്രാഹ്മണർ കയറുന്ന ഒരേ ഒരു ക്ഷേത്രം കൊട്ടിയൂരാണ്. ഈ മഹാക്ഷേത്രത്തിൽ മാത്രമേ തടപ്പള്ളിയിലിരുന്ന് മറ്റ് വിഭാഗക്കാർക്ക് ഊണ് കഴിക്കാനുള്ള അധികാരമുള്ളൂ. അതും കുടിവതികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ നാളത്തെ രാവിലത്തെ നിവേദ്യം ഞങ്ങൾക്കുള്ളതാണ്. ആ നിവേദ്യത്തിൻ്റെ പേര് തന്നെ കുടിവതി നിവേദ്യം എന്നാണ്. നിവേദ്യം ഞങ്ങൾ തടപ്പള്ളിയിൽ ഇരുന്നിട്ടാണ് കഴിക്കുക. അതിനുശേഷം തറ ശുദ്ധാക്കി കഴിഞ്ഞതിന് ശേഷം വാള് പോകും. വാള് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു വിജനമായി തീരും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. വാള് പോയി കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ കുടിവതികൾ ഈ ഭണ്ണാരം എഴുന്നള്ളിച്ച് കൂത്തരങ്ങിൽ കൊണ്ടുവെക്കും. കൂത്തരങ്ങിൽ ഭണ്ണാരം കൊണ്ടുവച്ചതിന് ശേഷം എല്ലാ കണക്കുകളും തയ്യാറാക്കി അടിയന്തര യോഗത്തെ അറിയിച്ച് അടിയന്തര യോഗത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഭണ്ണാരങ്ങളെല്ലാം പണച്ച് കെട്ടി അല്ലെ കാവാക്കണ്ടെങ്കിൽ കാവ് കെട്ടി ഞങ്ങൾ എഴുന്നള്ളിച്ച് അക്കരയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതോട് കൂടിയിട്ട് അത് ഇവിടുത്തെ ചടങ്ങുകൾ തീർന്നു. പക്ഷേ ഈ ഭണ്ണാരം എഴുന്നള്ളിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരു ചടങ്ങും കൂടി ബാക്കിയുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് നടക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൻ്റെ പേര് തൃച്ചന്ദനപ്പൊടി അഭിഷേകം എന്നാണ്. അതും കുടിവതികളാണ് കൊണ്ടുവരേണ്ടത്. കുടിവതികൾ വളരെ ശുദ്ധമായി തയ്യാറാക്കി കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടിയാണ് തൃച്ചന്ദനപ്പൊടി എന്ന് പറയുന്നത്. ആ മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ഒടുവിലായിട്ട് കൊട്ടിയൂരിൽ അഭിഷേകം നടത്തുന്നത്. ഏറ്റവും ഈ സന്നിധാനത്തെ വൈശാഖ മഹോത്സവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അഭിഷേകം തൃച്ചന്ദനപ്പൊടി അഭിഷേകമാണ്. ആ തൃച്ചന്ദനപ്പൊടി കൊണ്ടുവരാനുള്ള അവകാശവും ആ പെരുമാൾ ഞങ്ങൾക്കാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. തൃച്ചന്ദനപ്പൊടി ഇവിടെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു അഭിഷേകമോ ഒരു പൂജയോ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഭണ്ണാരം അക്കരയ്ക്ക് പോക്കായി. ഭണ്ണാരം അക്കരെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ അക്കരയിൽ നിന്ന് മണത്തണയിലേക്ക് എഴുന്നള്ളിക്കുകയും മണത്തണ കരിമ്പന ഗോപുരത്തിൽ കൊണ്ടുപോയി ഭണ്ണാരം അവിടെ കൊണ്ടുപോയി വെക്കുകയും നാളെ കാലത്ത് ഉഷപ്പൂജക്ക് മുമ്പായി അക്കര ക്ഷേത്രത്തിലത്തെ ഉഷപ്പൂജക്ക് മുമ്പായിട്ട് ആ ഭണ്ണാരങ്ങൾ മുഴുവൻ കരിമ്പന ഗോപുരത്തിലെ ഭണ്ണാര അറയിൽ വെച്ച് കൂട്ടുന്നു. അതോട് കൂടിയിട്ട് മാത്രമേ കുടിവതികളുടെ കടമ പൂർണ്ണമാകുന്നുള്ളൂ. ഒരു വർഷത്തെ ഉത്സവത്തിന് വേണ്ടുന്ന കടമകൾ പൂർത്തിയാകുന്നത് ഭണ്ണാരം കരിമ്പന ഗോപുരത്തിലത്തെ ആ ഭണ്ണാര അറയിൽ വെച്ച് കൂട്ടിയതിന് ശേഷമാണ്. അതാണ് കുടിവതികളുടെ കടമകൾ. അതായത് 27 ദിവസമല്ല, ശരിക്കും പറഞ്ഞാൽ 28 ദിവസവും ഈ ക്ഷേത്രത്തിലത്തെ ആരാധനയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സ്ഥാനികരാണ്. ഞങ്ങളെല്ലാം മണത്തണക്കാരാണ്. മണത്തണയിലത്തെ 4 നായർ തറവാട്ടംഗങ്ങളാണ് കുടിവതികൾ എന്ന് പറയുന്നത്. അങ്ങനെ എത്രയെത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാമുദായിക ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള വൈശാഖ മഹോത്സവം. വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ വർണ്ണനാതീതമാണ്. പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം. ത്രിശിരസിൻ്റെ തപോവന ഭൂമിയായ കൊട്ടിയൂരിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യം തന്നെ. ജ്യോതി വിളക്കിൻ തിരിവെളി
ക്യാമറാമാൻ ആകാശ് ദാസിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ, ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം, മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ. കണ്ണങ്കണ്ടി.